ഹായ്, അസ്സലാമു അലൈക്കും. നമുക്ക് തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ജൂലൈയിലേക്കൊരു പ്ലാനർ തയ്യാറാക്കാം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പ്ലാനർ കേട്ടോ. പഴയ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിയ പ്ലാനറൊന്നുമല്ലേ. ആദ്യം നമുക്ക് ജൂലൈയിലേക്കൊരു കവർ പേജ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിങ്ങനെ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ ചെറിയ സ്റ്റിക്കർ, മിഠായി വാങ്ങിയപ്പോൾ കിട്ടിയ സ്റ്റിക്കറൊക്കെ ഞാൻ അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറയും, എനിക്ക് വരക്കാൻ അത്ര ഒന്നും അറിയൂല. ഞാൻ വെറുതെ ജസ്റ്റ് കണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്, എന്തൊക്കെയോ കട്ടി വരക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ വരച്ച് അത്ര ഭംഗിയായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനറല്ലേ, നമ്മളെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്ലാനറല്ലേ, ഈ മന്തൊന്ന് പ്ലാൻ ചെയ്യുക, അത്രയുള്ള ഉദ്ദേശം. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, പിന്നെ അതൊന്ന് ലുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി ലുക്കാക്കിയാൽ മതി. എനിക്ക് പ്ലാൻ ചെയ്യാനും പ്ലാനർ ചെയ്താൽ ജേണൽ ചെയ്താൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് കുറച്ച് മടിയാണ്, അതിലേക്ക് ഇരുന്ന് കിട്ടാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് മടി തോന്നുന്ന സമയത്ത് അതെടുത്ത് കഴിക്കും. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഒരു അങ്ങനെ ചെയ്യാനും ഒരു കോൺഫിഡൻസ് ആണെന്ന് എനിക്ക് തോന്നും. കുറച്ചും കൂടി നമുക്കത് ചെയ്യാനുള്ളൊരു താല്പര്യം കൂടും. ഇപ്പോൾ എനിക്ക് വല്ല മിച്ചറോ അങ്ങനെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസാണ് ഇഷ്ടം. പക്ഷേ ഞാനിപ്പോൾ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഷുഗർ ഫ്രീ ചോക്ലേറ്റും പിന്നെ ഇങ്ങനെ പീനട്ട്സും എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിതിങ്ങനെ ഓരോ കോളംസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറി ആയിട്ട് എഴുതണ്ട. ഇങ്ങനെ ആകുമ്പം ഓരോ ദിവസത്തെ ഡേറ്റ് അവിടെ ഇട്ട് കൊടുത്തിട്ട് ജൂലൈ 1 to 30 ദിവസങ്ങളിൽ അത് ഡേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലിങ്ങനെ ഓരോ പോയിൻറ്റ്സ് ആക്കിയിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. ഈ ഡയറി എഴുതാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. പിന്നീട് ഞാൻ എന്തെങ്കിലും ഈ ജേണൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും എൻ്റെ ഈ പ്ലാനർ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിൽ എനിക്ക് അന്ന് കഴിഞ്ഞ കാര്യങ്ങൾ ഓരോ പോയിൻറ്റ്സ് ഇട്ട് എഴുതുമ്പോൾ എനിക്കത് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒരു പാരഗ്രാഫ് വായിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടാവില്ല. അപ്പം ഇതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പോയിൻറ്റ്സ് വായിച്ചാൽ തന്നെ അന്ന് എന്തൊക്കെ നമുക്ക് സംഭവിച്ചു എന്നൊക്കെ നമുക്കിങ്ങനെ അറിയാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് സലാഡ് ട്രാക്കർ. ഈ സലാഡ് ട്രാക്കറിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ കോളംസ് ഒരു 31 ദിവസത്തിലുള്ള കോളംസും വരച്ചിട്ട് അതിൽ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളായ തഹജ്ജുദ് കാര്യങ്ങളൊക്കെ വിത്തർ ഒക്കെ എഴുതുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫജ്ർ കാര്യങ്ങൾ, ളുഹർ അങ്ങനെ ഫർള് നിസ്കാരങ്ങളും എഴുതുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യം ഉള്ളവർക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ മടിച്ചികളായവർക്കൊക്കെ ഇത് നല്ലൊരു ഹെൽപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ടിക്കിടുമ്പോൾ നമുക്ക് പാത്രം കാലിയാട്ടോ. ഇതിൽ ടിക്കിടുന്ന സമയത്ത് നമുക്ക് ഒരു എത്ര നമ്മൾ ആക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ കലാവുകളും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ദിക്റും ദുആയും ഖുർആൻ അങ്ങനെ നമ്മൾ ഡെയിലി ഓതേണ്ട സൂറത്തുകൾ അങ്ങനെയാണ്. അടിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് എനിക്ക് ഓതാനുള്ള ദിക്റുകളാണ്. ഇത് എല്ലാം ഒന്നും ഞാൻ കറക്റ്റായിട്ടൊന്നും ചെയ്യില്ല. എന്നാലും നമ്മൾ എത്ര ചെയ്തു നമുക്ക് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്താൻ ഇത് ബെറ്ററാണ്. ഇതെനിക്ക് കളഞ്ഞു പോയ ഒരുപാട് നോമ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ് മുഹറം കൂടിയല്ലേ, ഞാനിത് വീട്ടണം എന്ന് കരുതുന്നുണ്ട്. എനിക്കിഷ്ടം പോലെ നോമ്പുകൾ കളഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഇതിൽ വീട്ടിയിട്ട് ടിക്കറ്റ് കൊടുക്കണം എന്നാണ്. എന്നാൽ നമുക്ക് എണ്ണവും മറക്കില്ല. ഞാൻ എത്ര നോമ്പ് വീട്ടി എന്നുള്ള ഒരു എണ്ണം മറക്കില്ല. ഇൻഷാ അല്ലാഹ് ഇതൊരു നല്ല തുടക്കമാക്കിയിട്ട് നോമ്പുകൾ വീട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതാണ് എനിക്ക് ഈ പ്ലാനറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. അതായത് ഈ മന്ത് അവസാനിക്കുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു ലെറ്റർ എഴുതും. ഈ മന്ത് എങ്ങനെയായിരുന്നു, ബെറ്റർ ആയിരുന്നു അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തന്നെ ഒരു ചെറിയ ലെറ്റർ എഴുതും. അതാണ് പിന്നീട് എനിക്ക് ഈ മന്തിനെക്കുറിച്ച് ഇതിൻ്റെ നല്ല സന്തോഷങ്ങളായ ആണെങ്കിൽ ഞാനത് എഴുതി വെക്കും. സങ്കടങ്ങളാണ് ഈ മന്തിൽ കൂടുതലെങ്കിൽ അത് എഴുതി വെക്കും. പിന്നീട് എനിക്ക് ഈ ലെറ്റർ നോക്കുമ്പോൾ തന്നെ ഈ മന്ത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ വരയൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്ക്. അതൊന്നും എനിക്കത്ര വരയ്ക്കാൻ ഞാൻ അങ്ങനെ ഒരു എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ വെറുതെ തട്ടിക്കൂട്ട് വരെയുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്തുകൊണ്ടു. പിന്നെ ഞാൻ പെട്ടെന്ന് ചെയ്തൊരു പ്ലാനറും കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ ഇനിയും എനിക്ക് ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ ബായ്, അസ്സലാം.